ഹായ്, കണ്ണനച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീടിൻ്റെ ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചൺ കബോർഡ്, അതുപോലെ ബെഡ്റൂമിലെ കബോർഡുകൾ, സീലിംഗ് വർക്ക് ഫുള്ളായിട്ടും ചെയ്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വർക്ക് ചെയ്തേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫുള്ളായിട്ടും വർക്ക് തീർന്നിറങ്ങുന്നൊരു വീടാണ്. ഇന്നാണ് ഈ വീടിൻ്റെ ഹൗസ് വാമിങ്. ലിവിംഗ് റൂമിൽ ചെയ്താണ് വർക്ക്. ഫുൾ കവർ സെറ്റി നമ്മൾ തടി കൊണ്ട് ചെയ്തിട്ട് അപ്പോൾസറി വർക്ക് ചെയ്തതാണ്. കർട്ടൻ സീലിംഗ് മുതലാണ് കർട്ടൻ ഇട്ടാണ് കേട്ടോ. സീലിംഗ് മുതൽ നമ്മൾ കർട്ടൻ ഇട്ടേക്കുവാണ്. ഇതൊരു പാർട്ടീഷനാണ്. CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് പെയിൻ്റ് അടിച്ച് തന്നെയാണ്, മൾട്ടിവുഡ് ചെയ്ത് തന്നെയാണ്. നമ്മുടെ വർക്ക് ഫുള്ളായിട്ടും മൾട്ടിവുഡ് ചെയ്ത വർക്കാണ്. സീലിംഗ് ജിപ്സാണ്. നമ്മൾ വീടിൻ്റെ ആകെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എൻട്രൻസ് ഹാളിലേക്ക്, TV റൂമിലേക്കുള്ള എൻട്രൻസ് കോർണറിലാണ്, ഈ റൂമിൻ്റെ കോർണറിലാണ്. അപ്പോൾ നമുക്ക് സീലിംഗ് കറക്റ്റ് ആവില്ലാത്തതുണ്ട്. സീലിങ്ങിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് മൾട്ടിവുഡ് ചെയ്ത വർക്കാണ്. മൈക്ക് ഒട്ടിച്ചിട്ടുണ്ട്, വുഡ് കളറുള്ള മൈക്കാണ് ഒട്ടിച്ചാണ്. ആ പോർഷൻ ഇങ്ങോട്ട് കടന്നും വന്നിട്ടുണ്ട്, ഹാളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇത് നേരെ കടന്നു വരുമ്പോൾ തന്നെ TV റൂമിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ TVയോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഒരു പ്രെയർ യൂണിറ്റ് പുറത്തേക്കാണ്. വുഡാണ് നമ്മൾ പാനലിങ് ചെയ്താണ്. ചെറിയ പീസായി കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കനെയാണ്. ഇപ്പോൾ ഈ TV വാളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെയാണ് നമുക്ക് സാധാരണ ഭിത്തിയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രെയർ യൂണിറ്റ് വയ്ക്കാനുള്ള ഏരിയ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ഈ ഒരു പർഗോളയാണ്. 3 പർഗോള ആഡ് ചെയ്ത് കൊടുത്തേക്കുവാണ്. ഈ 3 പർഗോളയിലാണ് ഈ പ്രെയർ യൂണിറ്റ് സപ്പോർട്ട് കൊടുത്തത്. ഇത് വെക്കാനുള്ള ഏരിയ, നമുക്ക് പ്രെയർ യൂണിറ്റ് വെക്കാനുള്ള ഏരിയ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ ആ പർഗോള കൊടുത്തേക്കുന്നത് തന്നെ. ഇനി നമ്മൾ ഈ വാതിലായിട്ട് വരുമ്പോഴും ഉണ്ടോ, നമുക്ക് നേരെ തന്നെയാണ് നിൽക്കണത്. അത് കടന്നു വന്നിട്ടില്ല, സെൻറ്റർ വിട്ട് കടന്നു പോയിട്ടില്ല. അതേ രീതിയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. നമ്മൾ സെൻറ്റർ വിട്ട് കടക്കാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തത്. പിന്നെ ഇത് TV റൂമിൻ്റെ സെറ്റ് ചെയ്തേക്കണെയാണ്. ഇവിടെയും നമ്മൾ കർട്ടൻ 2 ലെയർ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങും ഫുള്ളായിട്ടും ജിപ്സ് ചെയ്തേക്കണെയാണ്. ഇടത് സൈഡിലായിട്ട് ഡൈനിങ് ഹാള്. സീലിംഗ് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തേക്കുന്നത് PVC ഷീറ്റാണ്. പിന്നെ നമ്മൾ മൾട്ടിവുഡ് ചെയ്ത് മൈക്ക ഒട്ടിച്ചാണ് കേട്ടോ. സ്കോർ കാണുന്നത് മൾട്ടിവുഡ് ഒട്ടിച്ച് മൈക്ക ഒട്ടിച്ചേക്കണെയാണ്. ബാക്കി ഫുള്ളും ജിപ്സാണ്. 3 ലെയറാണ്, 3 തട്ട് സീലിംഗാണ് ചെയ്തേക്കണേ. ഇതാണ് ലിവിങ് റൂമും ഡൈനിങ് ഹാളും തമ്മിലൊരു പാർട്ടീഷനാണ്. ഇനി ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമുണ്ട്. ബെഡ്റൂമിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ടേബിളിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഒരു വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. 2 ഡ്രോയാണ് കൊടുത്തത്. ഈ ഡോറിന് ഹാൻഡിലില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ ഡ്രോ തുറക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിന് ഹാൻഡിൽ കൊടുക്കാത്തത്. 2 ഡ്രോ കൊടുത്തിട്ടുണ്ട്, 2 ഡോറ് കൊടുത്തിട്ടുണ്ട്.
ഇനി സ്റ്റോറേജ് പീസായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലും അതുപോലെ സ്റ്റോറേജ് പീസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ 3 തട്ടും കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് പോയിൻ്റ് ഉണ്ട്. എല്ലാ തട്ടിലും ലൈറ്റ് പോയിൻ്റ് ഉണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം. ഈ വീട്ടിലാകെ 4 ബെഡ്റൂമുണ്ട് ഫുള്ളായിട്ടും. ഇനി ടി വി റൂമിനോട് ചേർന്ന് തന്നെ ഇടത് സൈഡിലായിട്ടുള്ള ബെഡ്റൂമാണ്. 2 ബെഡ്റൂമുണ്ട്. ഇത് ഫുള്ളായിട്ടും വുഡ് വർക്കാണ്. മൾട്ടിവുഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വുഡ് കട്ട് ചെയ്ത് ഒട്ടിച്ചാണ്, പീസായിട്ട് ഒട്ടിച്ചാണ്, പോളിഷ് അടിച്ചാണ്. സീലിങ് മൾട്ടിവുഡ് ചെയ്ത് മൈക്ക കട്ട് ചെയ്ത് ഒട്ടിച്ചാണ് കേട്ടോ. അപ്പോക്സി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. വൈറ്റ് അപ്പോക്സി വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇനി ആദ്യം ഈ റൂമിലേക്ക് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. സൈഡ് ബോക്സ് ഉണ്ട്. ഇവിടെ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ജിപ്സാണ് സീലിംഗ് വർക്ക്. ഇവിടെയും ജിപ്സം ചെയ്തിട്ടുണ്ട്. ഈ മുറിയിലുണ്ട് വാൾഡ്രോപ്പ്. ബീച്ച് കളറിലാണ് ചെയ്തേക്കണേ. മുകളിലും സ്റ്റോറേജ് പീസ് കൊടുത്തിട്ടുണ്ട്. താഴെ 2 ഡ്രോ ഉണ്ട്. ഫുള്ളായിട്ടും സോഫ്റ്റ് ക്ലോസ് ആണ് ഡ്രോയ്ക്ക് കൊടുത്തേക്കുന്നത്. ഇനി ഇതും ഒരു ഡോറാണ്. ഹാൻഡിൽ കൊടുക്കാതെ തന്നെ ഡോറാന്ന് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഹാൻഡിൽ കൊടുക്കാത്തത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇവിടെയുണ്ട് സ്റ്റോറേജ് പീസ്. സോഫ്റ്റ് ക്ലോസ് ആണ് കൊടുത്തത് ഫുള്ളായിട്ടും. ഇനി ഇവിടെ ഓപ്പൺ തട്ടും കൊടുത്തിട്ടുണ്ട്. അടുത്ത ബെഡ്റൂം, ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ കൂടുതലായിട്ട് വർക്കൊന്നും ചെയ്തിട്ടില്ല. സീലിംഗ് വർക്കുണ്ട്. പിന്നെ ചെയ്തേക്കുന്നത് ബാത്റൂമാണ്. സാധാരണ ചെയ്യുമ്പോൾ തന്നെ ഡോറ് കൊടുത്തിട്ടുണ്ട്. 3 ഡോറും മുകളിൽ സ്റ്റോറേജ് പീസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ണാടി വയ്ക്കാനുള്ള ഏരിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഭിത്തിയിൽ പാനലിങ് ചെയ്ത് അതിലാണ് നമ്മൾ കണ്ണാടി ഉറപ്പിച്ചേക്കുന്നത്. 5 അടി ഹൈറ്റ് തന്നെ മിററാണ് കൊടുത്തത് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ പൗഡറും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഏരിയ ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് സെപ്പറേറ്റ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൽ സാധനം കൊടുക്കുമ്പോൾ തന്നെ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോറേജ് പീസും കൊടുത്തിട്ടുണ്ട്. ഇനി ടി വിനെ പറ്റി പറഞ്ഞിട്ടായിരുന്നു. ടി വിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഇത് നമ്മൾ PVC-യുടെ പാനലിംഗ് ഷീറ്റാണ്. ഏകദേശം ഒരു 1 സെൻറ്റിമീറ്റർ കനം വരുന്ന PVC ഷീറ്റാണ്. ഇതിന് കോവ് കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത് മൾട്ടിവുഡിൻ്റെ അരേഞ്ചും മൾട്ടിവുഡും സ്ക്രൂ ചെയ്ത് ഉപയോഗിച്ച് കോവ് അടിച്ച് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫോൾഡിങ് ടൈപ്പ് ആണ്. ഈ ടി വി നമുക്ക് റിപ്പയറിങ്ങിന് അല്ലെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ ചെയ്യണമെങ്കിൽ ഇത് ഫോൾഡിങ് ടൈപ്പാണ് കൊടുത്തത്. ഇത് ഫുള്ളായിട്ട് ഊരിയെടുക്കാവുന്ന. അതുപോലെ ഇതും ടി വിനോട് ചേർന്നിരിക്കണമായതുകൊണ്ട് ഇത് നമ്മുടെ ഇതും ഫോൾഡിങ് ടൈപ്പാണ് കൊടുത്തത് കേട്ടോ. ഇനി അടുത്ത ബെഡ്റൂം, ഇവിടെയാണ് അടുത്ത ബെഡ്റൂം. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ കിടക്കുന്നതോട് തന്നെ നമ്മളൊരു സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ ബുക്ക് ഷെൽഫാണ് കൊടുത്തേക്കണേ. വുഡ് ടൈപ്പാണ്. ഫുള്ളായിട്ടും വുഡ് തീർത്തിട്ടുണ്ട്. മൾട്ടിവുഡ് കൊണ്ട് ബോക്സ് അടിച്ച് വുഡ് വർക്ക് ചെയ്തവനെയാണ്. ഇതും സെയിം പാറ്റേൺ വരാൻ വേണ്ടി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഒട്ടിച്ച് അതിൽ വുഡ് വർക്ക് ചെയ്തവനെയാണ്. മുകളിലും സെയിം ഇത് തന്നെ. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പുറത്താണ് നമ്മൾ ബെഡ്റൂമിൽ തന്നെയാണ് കബോർഡ് സെറ്റ് ചെയ്തതാണ്. 3 ഡോറിന് വാൾഡ്രോബാണ് ചെയ്തതാണ്. വൈറ്റ് കളറും സൈഡ് വുഡുമാണ് ചെയ്തതാണ്. ഇനി ഹെഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇതും ഡാർക്ക് ഷെയ്ഡിലുള്ള PVC പാനലിങ്ങാണ് കൊടുത്തത് കേട്ടോ. ഇവിടെ നമ്മൾ എഡ്ജ് ബാൻഡ് ചെയ്ത് മൾട്ടിവുഡ് വിസ്ക്രൂ ചെയ്ത് എഡ്ജ് ബാൻഡ് ചെയ്ത് ബോർഡർ ചെയ്തിട്ടുണ്ട്. 2 സൈഡ് കൊടുത്തിട്ടുണ്ട്, ബെഡ് സൈഡും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ മുറിയിലെ ഡ്രസ്സിങ് യൂണിറ്റാണ്. ഈ റൂമിലെ എല്ലാ കബോർഡിനകത്തും നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ഡ്രോയും ഒരു ഡോറുമാണ് കൊടുത്തിരുന്നത് കേട്ടോ. ഇനി പർഗോള കൊടുത്തിട്ടുണ്ട്. ഈ സ്പേസിലാണ് നമ്മൾ വാഷ് ബേസിൻ്റെ കൗണ്ടർ കൊടുക്കുന്നത്. വാഷ് ബേസിൻ്റെ അടിയിൽ 2 ഡോറും ഇത് ഇൻവെർട്ടറിൻ്റെ പോയിൻ്റ് ഏരിയയാണ്. ഒരു ഡ്രോയും താഴെ ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള ബോക്സ് ഉണ്ട്. 3 തട്ട് ഓപ്പൺ കള്ളി കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടും മൈക്ക ചെയ്തേക്കണയാണ്, മൾട്ടിവുഡ് മൈക്കാണ് ഈ ചെയ്തേക്കണ. അപ്പോക്സി വർക്കാണ്. നമ്മൾ മൈക്കയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തതാണ് അപ്പോക്സിയാണ്. ഗ്രാനൈറ്റിലും ടൈലിലും ഉപയോഗിക്കുന്ന അപ്പോക്സി വർക്കാണ് നമ്മൾ യൂസ് ചെയ്തത് ഫുള്ളായിട്ടും. ഇത് കണ്ണാടിയുടെ ബാക്ക്ഗ്രൗണ്ട് വന്നത് ബേസ് വന്നത് നമ്മൾ വുഡ് വർക്കാണ്. ഫുള്ളായിട്ടും വുഡ് ഒട്ടിച്ച് ചെയ്തേക്കണയാണ്, സ്ക്രൂ അല്ല, ഒട്ടിച്ച് ചെയ്തേക്കണയാണ്. മൾട്ടിവുഡിലേക്ക് ഡയറക്റ്റ് ഒട്ടിച്ചേക്കണയാണ്. 1.25 ഇഞ്ച് വീതിയും 8 mm കനമുള്ള പീസാണ് നമ്മൾ ഒട്ടിക്കണം. അതുപോലെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടും അപ്പോക്സി വർക്കാണ് ചെയ്തതാണ്. ഇനി കാണാനുള്ള കിച്ചണാണ്. കിച്ചൻ്റെ വർക്ക് ആക്രിലിക് ഷീറ്റ് ഉപയോഗിച്ച് ചെയ്തതാണ് ഫുള്ളായിട്ടും. കോഫി ബ്രൗൺ ലൈറ്റ് കളറാണ് യൂസ് ചെയ്തത് കിച്ചൺ. ഒട്ടും ഭംഗി നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തത്. സ്ഥലം നമ്മുടെ കിച്ചണിലെ വർക്ക് വന്നതനുസരിച്ചും വിൻഡോയുടെ അനുസരിച്ചും നമ്മളാണ് വർക്ക് ചെയ്തേക്കണത്. ഫ്രിഡ്ജിൻ്റെ ടോപ്പിൽ നമ്മളൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോറിൻ്റെ ഉദ്ദേശം നമുക്ക് വയ്ക്കാനുള്ളതാണ്. പിന്നെ മുകളിൽ ചേർന്ന് തന്നെ നമ്മൾ 2 സ്റ്റോറേജ് പീസ് ഉണ്ട്. ഫുള്ളായിട്ടും മുകളിലേക്ക് തുറക്കുന്ന ഡോറാണ്. ഒരു ഓപ്പൺ കള്ളി കൊടുത്തിട്ടുണ്ട്. വുഡ് കളറ് മൈക്കാണ് ഒട്ടിച്ചാണത്. താഴെ എല്ലാതും ചെയ്യുമ്പോൾ തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. സിങ്കിൻ്റെ നേരെ മുകളിൽ തന്നെ നമ്മൾ GTPT ആണ് കൊടുക്കുന്നത്. ഇനി നേരെ ലെഫ്റ്റ് സൈഡിൽ ഡ്രോയാണ് കൊടുത്തത്. ഫുള്ളായിട്ടും സോഫ്റ്റ് ക്ലോസ് ആണ്. ഫുള്ളായിട്ടും മൾട്ടിവുഡ് ചെയ്തതാണ് വർക്കാട്ടോ. ഇതിനകത്ത് ചെയ്തേക്കുന്നത് മൾട്ടിവുഡിൽ ഗ്രേ എഡ്ജ് ബാൻഡാണ് ചെയ്തതാണ്. എഡ്ജ് ബാൻഡ് ഇതിന് ഗ്രേ ആണ്. ഫുള്ളായിട്ടും ഗ്രേ ആണ് ചെയ്തതാണ്. ഇതിനകത്ത് നമുക്ക് പ്ലേറ്റ് വീഴാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പ്ലേറ്റ് റാക്ക് ഉണ്ട്. പ്ലേറ്റ് വയ്ക്കാനുള്ള ഡ്രോയാണ്. ഇത്രയും വീതി കുറച്ച് കൊടുത്ത് നമുക്ക് ഇതിനകത്ത് സ്പേസ് നഷ്ടം വരില്ല. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഒരു നേരം പ്ലേറ്റ് കയറും. അതാണ് ഇത്ര നമ്മൾ വീതി 40 സെൻറ്റിമീറ്റർ വീതിക്കാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്പേസ് ഒരിക്കലും നഷ്ടപ്പെടില്ല. 2 ഡോറാണ് കൊടുത്തത്. ഇനി ഇവിടെ കൊടുത്തേക്കുന്നത് ഡോറാണ്. 2 ഡോർ അടുത്തടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറിനടിയിലാണ് നമ്മൾ ഇതിൻ്റെ അടുപ്പിലേക്ക് തന്നെ ഗ്യാസ് കണക്ഷൻ കൊടുത്തേക്കുന്നത്. വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിൽ എപ്പോഴും ചെയ്യേണ്ടത് ഗ്യാസ് കുറ്റി പുറമെ വെക്കണം. ഇപ്പോഴത്തെ ഗ്യാസൊക്കെ നമ്മൾ സേഫ്റ്റി കുറവായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ വാൽവ് വെച്ചിട്ടുണ്ട്.
വാൽവേ എന്നാണ് ഫ്ലെക്സിബിൾ ഹോസ് ഉപയോഗിച്ചാണ് നമ്മൾ അടുപ്പിലേക്കുള്ള കണക്ഷൻ കൊടുത്തേക്കുന്നത്. അതുപോലെ ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസ് അടുപ്പിന് തൊട്ട് താഴെയുള്ള ഡ്രോയ്ക്ക് നീളം കുറച്ച് മതി. അതായത് തള്ള് ബാക്കിലേക്കുള്ള തള്ള്, അതിന് പൈപ്പ് ഗ്യാസ് അടുപ്പിൻ്റെ പൈപ്പ് കയറി വരാനുള്ളതുകൊണ്ട് നമ്മൾ ലോങ്ങി പണിതാൽ തട്ടും. ഇതാണ് കട്ട്ലറി. ഇത് നമുക്ക് റിമൂവ് ചെയ്യാം, ഉള്ളിൽ ക്ലീൻ ചെയ്യാവുന്ന രീതിയിൽ മൈക്ക ഒട്ടിച്ച് ചെയ്തേക്കണെയാണ്. സോഫ്റ്റ് ഗ്ലോസ് ആണ് ഫുള്ളും. സൈഡിൽ 2 ഡോർ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് പീസായിട്ട്. അതുപോലെ ഇവിടെയും ഡോറാണ് കൊടുത്തത്. ഇത് പുള്ളൗട്ടാണ്. പുള്ളൗട്ട് നമ്മൾ ഡോറ് എല്ലാം കൊടുത്താണ്, നമ്മൾ അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക് തന്നെ കൊടുത്തേക്കാണ്. ഇത് ഡ്രോ, ഇത് സാധാ പണിയന്മാർ തന്നെ നമ്മൾ കൊടുത്തേക്കുവാണ്. ഫുൾ ലെങ്ത്തിൽ തന്നെ കൊടുത്തതാണ്. 54 സെൻറ്റിമീറ്റർ ഉള്ളളവ് കിട്ടും. ഫുള്ളും സോഫ്റ്റ് ഗ്ലോസ് ആണ്. ഇവിടെ ഡോർ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ മുകളിൽ സ്റ്റോർ പീസ് കൊടുത്തിട്ടുണ്ട്. 2 ഓപ്പൺ കള്ളി, 3 ഡോറുമാണ് കൊടുത്തതാണ്. റൈറ്റ് സൈഡിൽ കൊടുത്തതാണത്. ഇത് മുകളിലേക്ക് തുറക്കുന്നത്. ഇതാണ് ഈ ഡോറുകളുടെ. നമുക്ക് ഈ ബോക്സിനടിയിലും നമ്മൾ ലൈറ്റിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പാണ് ഒട്ടിച്ചാണ്. ഇനി ഇത് ചിമ്മിനിയുടെ ഏരിയയാണ്. മുകളിലേക്ക് തുറക്കാവുന്ന രീതിയിലാണ് കൊടുത്തത്. സാധനങ്ങളൊന്നും വയ്ക്കാൻ പറ്റില്ല, നമ്മളൊരു ഷോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തേക്കണെയാണ്. ഇതാണ്. പിന്നെ കബോർഡുകൾ തമ്മിൽ ബന്ധിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വിൻഡോൻ്റെ മുകളിൽ ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വർക്ക് ഏരിയ ആണ്. ഇത് നമ്മൾ ഫ്രിഡ്ജ് ചെയ്തേക്കണ ഒരു പ്രത്യേകം പറഞ്ഞുതരാം. 185 സെൻറ്റിമീറ്റർ ഹൈറ്റിനാണ് നമ്മൾ ഫ്രിഡ്ജ് ചെയ്തേക്കുന്നത്. 70 സെൻറ്റിമീറ്റർ വീതി കിട്ടും. അപ്പോൾ ഇതിനെക്കാളും വലിയ ഫ്രിഡ്ജ് വേണമെങ്കിലും ഇതിനകത്ത് കയറും. 85 സെൻറ്റിമീറ്ററാണ് മാക്സിമം ഒരു ആവറേജ് വന്നൊരു ഫ്രിഡ്ജ്. അതുവരെയും കയറാവുന്ന രീതിയിലാണ് ചെയ്തേക്കണം. അടുത്ത് ഇതാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയയിലും ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് അടുപ്പ് തന്നെ സെറ്റ് ചെയ്താണ്. സിങ്കിൻ്റെ താഴെ 2 ഡോറ്, രണ്ട് ഡ്രോ, ഒരു പ്രത്യേകത കാണിച്ചില്ല. നമ്മൾ ഡ്രോയ്ക്കകത്ത് നമ്മൾ ഇതുപോലെ മൾട്ടിവുഡ് ഉപയോഗിച്ച് ഡ്രോ പണിയുമ്പോൾ ഈ താലി കണ്ടോ, ഇത് മേടിച്ച ഇത് 400 രൂപയാണ് ഏറ്റവും മുടക്കുള്ള. SSൻ്റെ ആണ്, എപ്കോയുടെ ആണ്. കണ്ടോ, ഇതിനകത്ത് പ്ലേറ്റ് റാക്കാണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് എടുത്ത് മാറ്റിയാൽ നമുക്ക് വേറെ എന്തെങ്കിലും സാധനത്തിനകത്ത് ഡ്രോയിൽ യൂസ് ചെയ്യാൻ പറ്റും. പ്ലേറ്റ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേറെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റോറേജ്. അതുപോലെ ഈ ഗ്യാസ് അടുപ്പിൻ്റെയും നമ്മൾ ഇത് ലെങ്ത്ത് കുറച്ചാണ് ചെയ്തേക്കുന്നത്. മുകളിൽ സ്റ്റോറേജ് പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ പൂർത്തിയായിട്ട് കിടക്കുന്ന ഒരു വീടാണ്. ആണോ,
നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ഐഡിയക്ക് ചെയ്തതാണ് വർക്കുകളാണ് ഫുള്ളും. സെറ്റ് വരെ നമ്മുടെ ഐഡിയക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്ത് അപ്പോൾസ് ചെയ്യിച്ചങ്ങനെയാണ്. ഉണ്ടോ, നല്ല കളർഫുൾ ആണ്. അതുപോലെ ഈ വർക്കാണെങ്കിൽ തന്നെ നമ്മൾ ചെയ്തേക്കണം അങ്ങനെ തന്നെയാണ്. ഇതുണ്ടോ, ഇതാണ് ഇതിനകത്ത് വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി എന്നല്ല, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വന്നൊരു ഏരിയ ആണ് ഇത്. ഇങ്ങനെയൊരു പാസേജ് വന്നത് നമുക്കൊരു രീതിയിലും ഡിസൈൻ നോക്കില്ല. അപ്പോൾ ഇങ്ങനെയൊരു ഡിസൈനാണ് ഇത് കൊടുത്തേക്കുന്നത്. അതുപോലെ കർട്ടൻ വന്ന് സീലിംഗിൽ നിന്ന് ഇറങ്ങി വരാവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. കണ്ടോ, സീലിംഗിൽ നിന്ന് വരാൻ പാടില്ല. അപ്പോൾ ലിവിങ് റൂമിൻ്റെ ഭംഗി കിട്ടാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.